വയനാട്ടിൽ നിന്നുള്ളൊരു വാർത്തയാണ്. കാവുമന്ദം മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങി. കമ്പളക്കാട് കോട്ടത്തറ മേഖലയിൽ കണ്ട കാട്ടുപോത്താണ് കാവുമന്ദത്ത് എത്തിയത്. വനം വകുപ്പ് എത്തി കാട്ടുപോത്തിനെ കാട് കയറ്റിയിട്ടുണ്ട്. വനം വകുപ്പ് കാട്ടുപോത്തിനെ കാട് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏറെ പണിപ്പെട്ടാണ് ആ പോത്തിനെ കാട് കയറ്റി വിട്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഈ പ്രദേശവാസികളെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ട്. ഇത്തരത്തിൽ നിരന്തരം ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത് അത് അവരെ സംബന്ധിച്ച് അവരുടെ സ്വൈര്യ ജീവിതത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, ഇതിപ്പോൾ കാട്ടുപോത്താണ്. ഇത് എപ്പോഴാണ് ഈ നാട്ടിലേക്ക് ഇറങ്ങിയത്? ഈ സ്ഥിരമായി ഇങ്ങനെയുള്ള ശല്യം അവിടെ ഉള്ള മേഖല തന്നെയല്ലേ ഇത്? ഒട്ടുമല്ല, ഇത് അധികം ഇങ്ങനെ ഈ വഴിക്ക് ഇറങ്ങാത്തതാണ്. ഇപ്പോൾ RRT അംഗങ്ങൾ, അതായത് കൽപ്പറ്റയിലെ RRT ടീമാണ്, വയനാട് സൗത്ത് ഡിവിഷന് കീഴിലുള്ള RRT അംഗങ്ങളാണ് ഇപ്പോൾ ഈ കാട്ടുപോത്തിനെ കാട് കയറ്റാനുള്ള ദൗത്യത്തിൽ പങ്കാളികളായിരിക്കുന്നത്. അവർ ഇന്ന് ഉച്ചയോടുകൂടി ഇതിനെ കാട് കയറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ കൽപ്പറ്റയിലെ എടപ്പട്ടി, അതോടൊപ്പം കമ്പളക്കാട്, പിന്നെ കാവുമന്ദം, കോട്ടത്തറ, ചെരോട് അത്തരം ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ കാട്ടുപോത്ത് ഇങ്ങനെ വനത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് വന്ന് തോട്ടം മേഖലയിലും ഒപ്പം തന്നെ ജനവാസ മേഖലയിലും ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. ആളുകൾക്ക് ഒരു തരത്തിലുള്ള ജീവഹാനിയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല എന്നുള്ള ആശ്വാസകരമാണ്. പക്ഷേ കാട്ടുപോത്താണ്. കാട്ടുപോത്തിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയേനെ. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ള ആശ്വാസകരം. ഇന്ന് രാവിലെയാണ് ഈ ദൗത്യം തുടങ്ങിയത്. ആ മേഖലയിൽ നിന്ന് ഓടിച്ചോടിച്ച് അവസാനം സുഗന്ധഗിരി എന്ന് പറയുന്ന വനമേഖലയാണ്. ആ വനമേഖലയിലേക്ക് കാട്ടുപോത്തിനെ എത്തിക്കാൻ വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ അംഗങ്ങൾ വലിയ പരിശ്രമമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അവരുടെ ആ പരിശ്രമത്തിനൊടുവിലാണ് സുഗന്ധഗിരി വനമേഖലയിലേക്ക് കാട്ടുപോത്തിനെ അയക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കാട്ടുപോത്തായും കടുവയായും പുലിയായും പന്നിയായും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി വയനാടൻ ജീവിതത്തിന് മുകളിലുണ്ട്. കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങിയ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നും കടുവയുടെ ഒരു പ്രശ്നം, അതായത് കമ്പമല പ്രദേശത്തുണ്ടായിരുന്നു. തോട്ടം തൊഴിലാളികൾ കടുവയെ കണ്ടു എന്നാണ് പറയുന്നത്. ഇതേ തുടർന്ന് വനംവകുപ്പ് പരിശോധന നടത്തിയ പരിശോധനയിൽ കാഷ്ടവും ഒപ്പം തന്നെ ഈ കാൽപ്പാടുകളും കണ്ടെത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അവസ്ഥ. എന്തായാലും കാട്ടുപോത്തിനെ ഇപ്പോൾ കാട് കയറ്റിയിരിക്കുന്നു. ശരി, സുർജിത്ത് പറഞ്ഞതുപോലെ സ്ഥിരമായി ഇത്തരത്തിൽ വന്യമൃഗശല്യം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരു മേഖലയാണ്. അവിടെയാണ് കാട്ടുപോത്ത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയോട് അടുത്ത് കിടക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഭയമുണ്ടാകും. വനം വകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.